നമസ്കാരം. MS മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. മേലാറ്റൂരിലെ വിവിധ സ്കൂളുകളിൽ കേരള സർപ്പ റെസ്ക്യൂവർ പരിശോധന നടത്തി. വീണ്ടും ഒരു അധ്യയന വർഷം കൂടി കടന്നുവരുന്ന സാഹചര്യത്തിൽ നമ്മുടെ കുരുന്നുമക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി വെക്കേഷൻ കഴിഞ്ഞു സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി മേലാറ്റൂരിലെ സ്കൂളുകളായ RMHSS, GLPS ചെമ്മാണിയോട് എന്നിവിടങ്ങളിലെ ക്ലാസ് മുറികളിലും പരിസരത്തും പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടോ എന്ന് പരിശോധന നടത്തി. സർപ്പ റെസ്ക്യൂവർ ഫൈസൽ മേലാറ്റൂരിന്റെ നേതൃത്വത്തിൽ മേലാറ്റൂരിലെ സജീവ പ്രവർത്തകരായ ആയിഷ ഓലപ്പാറ, മൈമൂന ഉച്ചാരക്കടവ്, സെലീന ചോലക്കുളം, മുസ്തഫ ചെമ്മാണിയോട്, ഷെഫീഖ് വെട്ടത്തൂർ, സനീർ വെട്ടത്തൂർ എന്നിവരാണ് പരിശോധന നടത്തിയത്. RMHSSലെ പ്രധാന അധ്യാപകൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. ജൂൺ 2-ാം തീയതി തിങ്കളാഴ്ച സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുകയാണ്. സ്കൂൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് മുന്നോടിയായി വിദ്യാലയത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെടാതിരിക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും മുൻകൂട്ടി കണ്ട് അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നതിനുള്ള സർക്കാർ നിർദ്ദേശം വന്നിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് മേലാറ്റൂർ RM ഹയർ സെക്കൻഡറി സ്കൂളിൽ സർപ്പ എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകർ, അതിൻ്റെ മുഹമ്മദ് ഫൈസൽ എന്ന ലീഡറുടെ നേതൃത്വത്തിൽ അവരുടെ സംഘം വിദ്യാലയം സന്ദർശിക്കുകയും വിദ്യാലയത്തിൽ പാമ്പുകൾ അതുപോലുള്ള മറ്റ് ജീവജാലങ്ങൾ മനുഷ്യ ജീവന് ഭീഷണിയാകുന്ന വസ്തുതകൾ ഏതെങ്കിലും തരത്തിലുള്ള ജീവജാലങ്ങളോ ഉണ്ടോ എന്ന് അവർ സ്കൂൾ മുഴുവൻ സെർച്ച് ചെയ്ത് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെ സ്കൂളിൻ്റെ പരിസരവും അടുക്കള ഭാഗവും അതുപോലുള്ള മറ്റ് പ്രദേശങ്ങളിലൊക്കെ സെർച്ച് ചെയ്ത് ആവശ്യമായ മുൻകരുതലുകൾ ഇക്കാര്യത്തിൽ പരിഹരിക്കാൻ പറ്റുന്ന അപ്പോൾ തന്നെ പരിഹരിക്കാൻ പറ്റുന്നവ അതേ സമയത്ത് പരിഹരിക്കുകയും കൂടുതൽ പ്രവർത്തനം ആവശ്യമായി വരുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രവർത്തനത്തെ ഈ സ്കൂൾ പ്രവർത്തിക്കുന്ന പുതിയ അധ്യയന വർഷത്തിൽ വളരെ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമായി കണ്ടുകൊണ്ട് പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ മാളങ്ങളോ അലക്ഷ്യമായി കച്ചറ സാധനങ്ങൾ കൂട്ടിവെച്ച സ്ഥലങ്ങളും സ്കൂൾ അധികൃതരുടെയും NSS വോളണ്ടിയേഴ്സിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ ശേഷമാണ് സർപ്പ ടീം അവിടെ നിന്നിറങ്ങിയത്. ന്യൂസ് ബ്യൂറോ, ചെമ്മാണിയോട്.